എത്ര വലിയ റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചാലും ഈ സ്ട്രീറ്റ് സ്റ്റൈൽ കിട്ടുന്ന ഫ്രൈഡ് റൈസ് ഉണ്ടല്ലോ അതൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. ഇനി നമുക്കത് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവേ. ആദ്യം നമുക്ക് ചിക്കൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും മുളക് പൊടിയും ചേർത്ത് മാരിനേറ്റ് അതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക കേട്ടോ. അതേ പാനിൽ തന്നെ 2 എഗ്ഗ് എടുത്തിട്ട് അത് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഏത് പാനിലാണ് നമ്മളത് ഉണ്ടാക്കുന്നത് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നീളത്തിലരിഞ്ഞ ക്യാരറ്റും ഒരു ചെറിയ സവോളയും ക്യാപ്സിക്കും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ക്യാരറ്റും ക്യാപ്സിക്കൊക്കെ എത്രയാണ് എടുത്ത് അതിൽ കൂടുതലായിട്ട് ക്യാബേജ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ ക്യാബേജ് നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ക്യാബേജ് ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുരുമുളക് പൊടിയും പിന്നെ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സ്ക്രാമ്പിൾ ചെയ്തേക്കുന്ന മുട്ടയും ചിക്കനും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് കുറച്ച് സോയാ സോസും റെഡ് ചില്ലി സോസും കൂടി ചേർത്ത് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നല്ല നീളത്തിലുള്ള ബസ്മതി റൈസും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഈ റൈസൊക്കെ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് നേരത്തെ വേവിച്ചിട്ട് ഫ്രിഡ്ജ് വയ്ക്കും കേട്ടോ. അപ്പോൾ നല്ല വിട്ടിരിക്കും കേട്ടോ റൈസ്. ഇനി അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ചെയ്യുന്നതും ഒന്നുകൂടി നല്ലതാട്ടോ. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് ഇങ്ങെടുത്താണ്ടല്ലോ നല്ല അടിപൊളി സ്ട്രീറ്റ് സ്റ്റൈലുള്ള ഫ്രൈഡ് റൈസ് റെഡിയാണേ. നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റ് കേട്ടോ. നമുക്ക് ടിഫിനൊക്കെ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഓക്കെ, ബൈ ബൈ.